നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഡ്രഗ്സിനെ പറ്റിയാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കതിന് കുറച്ചു വർഷം പിന്നോട്ട് പോകേണ്ടതുണ്ട്. പുരാതന കാലം മുതലേ ഹോളി മഹാശിവരാത്രി തുടങ്ങി സിഖ് ആചാരമായ ഹോളി മഹള്ളിയിൽ സൂഫി മുസ്ലിം ആചാരമായ ഖിദ ആചാരങ്ങളിൽ കഞ്ചാവ് അഥവാ ബാങ്ക് ഉപയോഗിച്ചിരുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയായി മാറി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 1768 നാർക്കോട്ടിക്സ് ആക്ട് നിലവിൽ വന്നു. ഈ ആക്ടിന്റെ ഏകദേശം ഉള്ളടക്കം ഇതായിരുന്നു: ലഹരി ഉപയോഗം മൂലം സ്വയം ആരോഗ്യക്ഷമത നഷ്ടപ്പെടാതിരിക്കുവാനും ലഹരി ഉപഭോക്താക്കളുടെ ആരോഗ്യവും അവരുടെ ലഹരി ഉപയോഗത്തിന്റെ അളവ് കുറയ്ക്കുവാനും വേണ്ടിയായിരുന്നു ഈ ആക്ട് നിലവിൽ വന്നത്. അന്നുവരെ മദ്യത്തിന് മാത്രം നിലനിന്നിരുന്ന ടാക്സ് 1798 മുതൽ കഞ്ചാവിനും ചരത്തിനും ബാങ്കിനും ബാധകമായി തുടങ്ങി. അങ്ങനെ 1798 മുതൽ ജനങ്ങൾ ടാക്സ് നൽകി കഞ്ചാവ് ഉപയോഗിച്ചു പോന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1894 1895 കാലഘട്ടം ലഹരി ഉപഭോക്താക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു ആക്ട് വരികയാണ്, ഒരു കമ്മീഷൻ വരികയാണ്. ഇന്ത്യൻ ഹേം ഡ്രഗ് കമ്മീഷൻ എന്നാണ് ആ കമ്മീഷന്റെ പേര്. പഞ്ചാബിലെ മെഡിക്കൽ കമ്മീഷണറും ചീഫ് ഫിനാൻഷ്യൽ കമ്മീഷണറുമായിരുന്ന സർ വില്യം മക്വർത്ത് യങ് ആയിരുന്നു ഈ കമ്മീഷന്റെ പ്രസിഡന്റ്. രാജകുടുംബാംഗം രാജശോഷി ശിക്കാരേശ്വർ റോയ്, പഞ്ചാബ് കളക്ടറായിരുന്ന മിസ്റ്റർ ടോം ഹാമി എന്നിവരും ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ. പഠനത്തിനും ഗവേഷണങ്ങൾക്ക് ശേഷം 8 ഭാഗങ്ങളുള്ള 2089 പേജുകളുള്ള ഇന്ത്യൻ ഹേം ഡ്രഗ് കമ്മീഷൻ എന്നുള്ള കമ്മീഷൻ റിപ്പോർട്ട് അവർ പുറപ്പെടുവിച്ചു. അതിലിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: ശാരീരികപരമായി കഞ്ചാവിന്റെ ഉപയോഗം ആസ്മയ്ക്ക് കാരണമാവുന്നില്ലെന്നും, എന്നാൽ ബ്രോഞ്ചൈറ്റിസ്, ശ്വാസകോശ സംബന്ധമായ ചുമ, കഫക്കെട്ട്, ശ്വാസതടസ്സം എന്നിവയ്ക്ക് കഞ്ചാവ് കാരണമാവുന്നെന്നും അതിൽ കണ്ടെത്തി. ഇനി മാനസികപരമായി കഞ്ചാവിന്റെ മിതമായ ഉപയോഗം പ്രായോഗികപരമായി ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ലെന്നും, എന്നാൽ മിതമായ ഉപയോഗം ചില അപൂർവം കേസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അവർ കണ്ടെത്തി. അസഹിഷ്ണുത, കഠിനാധ്വാനം, എക്സ്പോഷർ തുടങ്ങിയവർക്ക് കഞ്ചാവിന്റെ ഉപയോഗം ഗുണം ചെയ്യുമെന്നും, എന്നാൽ അമിതമായാൽ അത് ശരീരത്തിന് പരിക്കിന് കാരണമാകുമെന്നും അവർ കണ്ടെത്തി. ഏതൊരു ലഹരി വസ്തുവിനെയും പോലെ അമിതമായി ഉപയോഗിച്ചാൽ ഉപഭോക്താവിനെ രോഗബാധിതനാക്കുവാനും വേണ്ടി വന്നാൽ ഭ്രാന്ത് വരെ ആകാൻ സാധ്യതയുണ്ടെന്നും ആ പഠനത്തിൽ പറയുന്നു. 100 വർഷം മുമ്പുള്ള ഇക്കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി മദ്യം. 10,000 BC മുതൽ സ്റ്റോൺ ഏജ് മുതൽ മദ്യം ഉപയോഗിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു മദ്യവും. സുർഗ എന്നും പരിശ്രുതെന്നും സോമ എന്ന സോമരസമെന്നും ഇവ അറിയപ്പെട്ടിരുന്നു. വേദകാലഘട്ടത്തിലെ അർത്ഥശാസ്ത്ര ഗ്രന്ഥത്തിലെ ബിയർ, വൈൻ, ചാരായം എന്നിവ ഭാരതീയർ ജാതിമത വ്യത്യാസമില്ലാതെ പാനീയം ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ കരീബിയൻ വൈൻ, പേർഷ്യൻ വൈൻ എന്നീ വൈനുകൾ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. മുഗൾ കാലഘട്ടത്തിൽ തന്നെയാണ് വിസ്കിയും ബ്രാൻഡിയും ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിച്ചത്. ഇന്ന് പലതരത്തിലുള്ള മദ്യങ്ങൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. 1947 ശേഷം ചില നിയന്ത്രണങ്ങളും ചില സംസ്ഥാനങ്ങളിൽ റെസ്ട്രിക്ഷൻസും ഒഴിച്ചാൽ മദ്യം ഇവിടെ വിൽക്കാൻ ലീഗലാണ്. ബീഹാർ, ഗുജറാത്ത്, മിസോറാം, നാഗാലാൻഡ് എന്നിവ മദ്യവിമുക്ത സംസ്ഥാനങ്ങളാണ്. എന്നാൽ ഇവിടെയും ഇല്ലീഗൽ ആയിട്ടുള്ള മദ്യവിൽപ്പന നടക്കുന്നുണ്ട്. ഇവിടെയും ഇല്ലീഗൽ ആയിട്ടുള്ള കഞ്ചാവ് വിൽപ്പനയും നടക്കുന്നുണ്ട്. ഈ 2 കേസുകളും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിതമായ അളവിൽ കഴിക്കുന്നവർക്ക് ചെറിയ രീതിയിലും അമിതമായ അളവിൽ കഴിക്കുന്നവർക്ക് വലിയ രീതിയിലും ഭ്രാന്ത് വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലഹരി തന്നെയാണ് മദ്യവും. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. 1985 അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയും സിഖ് വംശജനായ പ്രസിഡന്റായ ഗ്യാനി സെയിൽ സിംഗ് ആണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയും. അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസിന്റെ കെ കരുണാകരൻ സാറും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പലതായി ഭിന്നിക്കപ്പെടുകയും ലയിക്കപ്പെടുകയും ചെയ്ത ഒരു വർഷം കൂടിയായിരുന്നു അത്. ഒരുപാട് നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടുകയും ഒരുപാട് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്ത വർഷമാണത്. 12 ആക്ടുകളാണ് ആ വർഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്ടിക് സബ്സ്റ്റൻസസ് ആക്ട് 1985, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്, ടെററിസ്റ്റ് ആൻഡ് ഡിസ്പ്യൂട്ടീവ് ആക്ടിവിറ്റീസ് ആക്ട്. ഇതിൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പറ്റിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വികസനത്തോടൊപ്പം അഴിമതിയും നന്നായി നടന്നിരുന്ന സ്ഥലം കൂടിയാണ് ഇന്ത്യ, അറിയാലോ. വർഷങ്ങൾക്ക് ശേഷം കഞ്ചാവിനും ഉപ ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്നു. അതുവരെ ചെറുകിട വ്യവസായമായിരുന്ന കഞ്ചാവ് കൃഷി അടക്കം ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ. മറ്റൊരു വശത്ത് മദ്യത്തിന്റെ മറ്റൊരു വിഭാഗമായ ചാരായം നിയന്ത്രിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു.
കഞ്ചാവ് ഉപയോഗിക്കുന്നവർ മുഴുവൻ ഭ്രാന്തന്മാരാണെന്നും ഭ്രാന്താവുമെന്നും നാട് മൊത്തം കരക്കമ്പി പൊട്ടി ആഘോഷിക്കപ്പെടുന്നു. പൊതുജനത്തിന്റെ കുറഞ്ഞ അവബോധവും പുകവലിക്കുന്ന ഏതാനും ചില മാനസിക രോഗികളെ മുൻനിർത്തിക്കൊണ്ട് കഞ്ചാവിന്റെ ഒറ്റത്തവണ ഉപയോഗം പോലും ഒരാളെ മാനസിക രോഗിയാക്കുമെന്ന് ജനം ഭയക്കുന്നു. അന്നുവരെ മദ്യവും ചാരായവും ഉപയോഗിച്ചിട്ടില്ലാത്ത, എന്നാൽ കഞ്ചാവ് ഒരു റീക്രിയേഷനായി ഉപയോഗിച്ചിരുന്ന ആളുകൾ വേറെ വഴിയില്ലാതെ മദ്യത്തിലേക്ക് തിരിയുന്നു. പുതിയൊരു ശീലം അവരുടെ ജീവിതശൈലിയെ തന്നെ തകർക്കുന്നു. കുടിക്കാൻ അറിയാത്തവൻ കുടിച്ചു തുടങ്ങുന്നു. അങ്ങനെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ കഞ്ചാവിന്റെ ഉപയോഗം കുറയ്ക്കുന്നു. ക്രമേണ കഞ്ചാവ് വലി അവർ നിർത്തുന്നു. അവിടെ തീർന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കഞ്ചാവ് നിരോധനം ഉണ്ടായ അതേ രീതിയിൽ തന്നെ ചാരായ നിരോധനത്തിനുള്ള ശ്രമം നടക്കുന്നു. ചാരായം കുടിക്കുന്നവർ മരണപ്പെടുമെന്നും അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുമെന്നും നേരത്തെ പറഞ്ഞ അതേ കിംവദന്തികൾ പരക്കുന്നു. ചാരായം കുടിച്ച് ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു, ചിലർ മരണപ്പെടുക വരെ ചെയ്യുന്നു. ചാരായം കുടിച്ചാൽ ആളുകൾക്ക് ഭ്രാന്താവുമെന്നുള്ള അവസ്ഥ പറഞ്ഞു പരത്താൻ പറ്റാത്തതിനാൽ വിഷമദ്യ ദുരന്തങ്ങളിലെ വാർത്തകൾ പത്രങ്ങളിലും മറ്റും വന്ന് നിറയുന്നു. രാഷ്ട്രീയക്കാർക്കും പല അബ്കാരികൾക്കും വേണ്ടി പല മഞ്ഞപ്പത്രങ്ങളും പല മലയാള പത്രങ്ങളും കിണഞ്ഞ് പരിശ്രമിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ കഞ്ചാവ് നിരോധനം വന്ന് 11 വർഷങ്ങൾക്ക് ശേഷം ചാരായ നിരോധനവും വരികയാണ്. അങ്ങനെ വലിക്കുന്ന ആളുകൾ എന്ത് വലിക്കണമെന്നും കുടിക്കുന്ന ആളുകൾ എന്ത് കുടിക്കണമെന്നും കപട രാഷ്ട്രീയക്കാരും കൈക്കൂലിക്കാരും അബ്കാരികളും മഞ്ഞപ്പത്രങ്ങളും ചേർന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ 1902 അബ്കാരി ആക്ട് വന്നതിന് ശേഷമുള്ള അബ്കാരിമാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം അതിനുശേഷം വന്ന അബ്കാരി തലമുറകൾ നടപ്പിലാക്കുകയാണ്. കാലാകാലങ്ങളായി കച്ചവടം കൂട്ടാൻ ഉപയോഗിക്കുന്ന കമ്പാരേറ്റീവ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതി അവിടെ പ്രാബല്യത്തിൽ വീണ്ടും വരികയാണ്. ഒന്നിനേക്കാൾ മികച്ചതാണ് മറ്റൊന്ന് എന്നുള്ള ഈ രീതി ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ കഞ്ചാവിനെക്കാളും ചാരായത്തിനെക്കാളും നല്ലതാണ് അബ്കാരികൾ വിൽക്കുന്ന മദ്യമെന്ന് അബ്കാരികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ നിരോധിതമായതുകൊണ്ടും ആ തുരയും ക്യൂരിയോസിറ്റിയും കാരണം യുവാക്കൾ അന്നും ഇന്നും ഇല്ലീഗലായിട്ട് കഞ്ചാവും ചാരായും ഉപയോഗിച്ചു പോരുന്നു. പണ്ട് നിയമപരമായി വിറ്റുകൊണ്ടിരുന്നപ്പോഴുള്ള യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇപ്പോൾ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത്, ചാരായ വിൽപ്പന നടക്കുന്നത്. എലിവശം, പാഷാണം, കർപ്പൂരം, എന്തിന് എഞ്ചിൻ ഓയിൽ വരെ കലർത്തിയിട്ടുള്ള കഞ്ചാവ് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേര് വലിക്കണത്. 1955 ഈ സമ്പൂർണ്ണ കഞ്ചാവ് നിരോധനം വന്നതിന് ശേഷമുള്ള തലമുറ വലിക്കുന്നത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഒരുപാട് ഇൻഫോർമേഷനും വ്ളോഗുകളും പോലും ലഭ്യമായ ഈ കാലഘട്ടത്തിൽ അവർ തിരിച്ചറിഞ്ഞു അവർ ഇത്ര നാളെ വലിച്ചുകൊണ്ടിരുന്നത് വെറും പാഷാണമായിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് പല സ്ഥലത്തുനിന്നും പിടിക്കപ്പെടുന്ന വാർത്തകൾ നമ്മളിപ്പോ ധാരാളമായി കാണാറുണ്ടല്ലോ. എലിവശവും പാഷാണവും ചേർക്കാത്ത ഹൈബ്രിഡ് കഞ്ചാവ് സമ്പന്നരായ യുവാക്കൾ വലിക്കുമ്പോൾ എലിവശവും പാഷാണവും വലിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട കുട്ടികൾ ഇപ്പൊ അത് വരുത്തിച്ച് കച്ചവടം ചെയ്ത് വലിച്ച് ജീവിക്കുന്നു. കുറ്റം പറയുന്ന അർത്ഥമുണ്ടോ? തെറ്റെന്ന് പറയുന്ന നീതി ഉണ്ടോ? ഇനി കുറച്ച് ഇന്റർനാഷണൽ ഹിസ്റ്ററിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യാട്ടോ. ഇനി അല്പം ഇന്റർനാഷണൽ ഹിസ്റ്ററി ഓഫ് ഡ്രഗ്സ്. കഞ്ചാവ് നിരോധനം ഉണ്ടായിരുന്ന അമേരിക്കയിൽ ജനങ്ങളുടെ ഇല്ലീഗൽ ഉപയോഗം മൂലം മെക്സിക്കൻ ഡ്രഗ് കാർട്ടൽസും കൊളംബിയൻ ഡ്രഗ് കാർട്ടൽസും പിടിമുറുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത പല പല മാരക വസ്തുക്കളും ചേർത്ത കഞ്ചാവ് ഈ മെക്സിക്കൻ കാർട്ടൽസ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. തലമുറകളായി ഇതെല്ലാം നിരോധിച്ചിട്ടും ജനസംഖ്യയിലെ 40% ആളുകൾ വരെ ഈ നിരോധിത ഡ്രഗ്സ് യൂസ് ചെയ്യുന്നെന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് ടാക്സ് കൊടുത്തുകൊണ്ട് അത് വാങ്ങാനുള്ള അവസരം അവർക്ക് അവിടെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഗുണമേന്മയില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് കഞ്ചാവ് വലിച്ച് പേര് പോലും അറിയാത്ത പുതിയ പുതിയ രോഗങ്ങൾ അവിടുത്തെ ആളുകൾക്ക് വരാൻ തുടങ്ങിയതോടുകൂടിയാണ് സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ടാക്സ് വാങ്ങി ജനങ്ങൾക്ക് ലീഗലി കഞ്ചാവ് വിൽപ്പന അമേരിക്കയിൽ ആരംഭിച്ചത്. അങ്ങനെ 1937 ദി മരുവാന ആക്ട് 1937 അമേരിക്കയിൽ നിലവിൽ വരികയാണ്. അതിനെ തകർക്കാൻ അമേരിക്കയിലെ അബ്കാരികളും മദ്യമാഫിയയും കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ അവർ അതിന് മുന്നിൽ മുട്ടുമടക്കി. അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് ഹാരി ആൻസ്ലിംഗർ ആ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ അബ്കാരി ആക്ടിന് സമാനമായ ഒരു ടാക്സ്ഡ് മരുവാന സെയിൽ അവിടെ വരികയാണ്. അതിനുശേഷം ഒരു അത്ഭുതം കൂടി സംഭവിച്ചു. അന്ന് വരെ കഞ്ചാവ് വലിച്ചാൽ ഭ്രാന്താവുമെന്ന് പറഞ്ഞ് പരത്തിയിരുന്ന അമേരിക്കൻ മദ്യമാഫിയകൾ അവർ കഞ്ചാവിന്റെ വിൽപ്പനയും ലീഗലി ആരംഭിക്കുകയാണ്. ഇന്ന് നിയമപരമായി അമേരിക്കയിൽ ജനങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു. ഇന്ന് നിയമപരമായി അമേരിക്കയിൽ ജനങ്ങൾ മദ്യവും ഉപയോഗിക്കുന്നു. ഇനി ലോകത്തെ പ്രധാനപ്പെട്ട 5 ഡ്രഗ്സ് കൊക്കെയിൻ, മരുവാന, ആൽക്കഹോൾ, ബെൻസിൻ, LSD. ഇതിൽ 2-3 സ്ഥാനം കഞ്ചാവും മദ്യവും കൈയടക്കി വെച്ചിരിക്കുന്നു. ഓർക്കുക, മദ്യവും ലഹരി മരുന്നാണ്. ഓർക്കുക, കഞ്ചാവും ലഹരി മരുന്നാണ്.
നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ മാറ്റാൻ ഓവർ ആയിട്ടുള്ള ഡ്രഗ്സ് യൂസിന് കഴിയും. മദ്യലോബികളുടെയും അബ്കാരികളുടെയും കച്ചവട തന്ത്രം മാത്രമാണ് ഇന്ന് നിങ്ങൾ ആസ്വദിക്കുന്ന ഈ ഉന്മാദവും സെലിബ്രേഷൻസും എല്ലാം. ഓർക്കുക, ബീവറേജിപ്പോട് നിങ്ങൾ മേടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ല. നിങ്ങൾ എന്ത് മേടിക്കണമെന്ന് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. മനുഷ്യ ശരീരം, മനുഷ്യ മനസ്സ് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. മനുഷ്യന്റെ ബ്രെയിൻ തന്നെയാണ് അവന്റെ മനസ്സ്. ഡ്രഗ്സ് ബ്രെയിൻ കൺട്രോൾ ചെയ്യും, ഡ്രഗ്സ് മനസ്സ് കൺട്രോൾ ചെയ്യും. എല്ലാ ലഹരികളും ഒന്നാണ്. ഓർക്കുക, ഒരു ഡ്രഗ്സിനെക്കാളും വലുതല്ല മറ്റൊരു ഡ്രഗ്സ്, ഒരു ഡ്രഗ്സിനെക്കാളും നല്ലതല്ല മറ്റൊരു ഡ്രഗ്. ബോംബിനെക്കാളും നല്ലതാണോ ഗ്രനേഡ്? ലഹരി മരുന്ന് ശരീരത്തിന് ഹാനികരമാണ്. കഴിവതും ഉപയോഗിക്കാതിരിക്കുക.